ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒട്ടും സമയം കളയരുത്. ഈ കാണുന്ന അഡ്രസ്സിൽ മകനെ കൂട്ടി വന്നെത്തുക, അല്ലെങ്കിൽ പോലീസ് അങ്ങോട്ട് വരും. അമ്മ, വർമ്മ സാർ നിശ്ചയിച്ച കമ്പനിക്കല്ല ഈ എഗ്രിമെന്റ് പോയിരിക്കുന്ന. പകരം മറ്റൊരു കമ്പനിക്കാ ഇത് എത്തിയിരിക്കുന്ന. ആരോ ഈ ഫയല് കട്ടെടുത്ത് തിരിമറി നടത്തിയത് തന്നെയാ. അംബിക മാഡം പറഞ്ഞതുപോലെ ഫയലിൽ ആരോ തിരിമറി നടത്തിയതാ. എന്നാൽ നീ ഒട്ടും സംശയിക്കണ്ട, അത് ദീപക് തന്നെയായിരിക്കും. അവനത് ചെയ്യുള്ളൂ. അല്ലച്ചാ, ദീപക് ആ ഫയൽ എന്നോട് ചോദിച്ചാ, പക്ഷെ ഞാൻ കൊടുത്തില്ല. സാറിന്റെ ഓഫീസിൽ വെച്ചാ അത് ദീപക് അടിച്ചു മാറ്റുമെന്ന് വെച്ച് ഈ ഫയല് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ എന്റെ റൂമിലാ വെച്ചത്. ഇവിടെ നിന്റെ മുറിയില്ല? ആ അതേച്ചാ, പക്ഷെ ഇവിടുന്നത് ആര് കട്ടെടുക്കാനാ? കാര്യവൻ തരികിടയാ, പക്ഷെ ഇതൊന്നും ചെയ്യാനുള്ള വിവരം ഇവനില്ല. അച്ഛനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല. പിന്നെ ആ ഫയൽ തിരിമറി എങ്ങനെ നടന്നു? ആ, മോൾക്കാരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരെയും സംശയമില്ല, പക്ഷെ ഇത് കണ്ടുപിടിക്കണം. ഇത് വലിയൊരു ക്രിമിനൽ കുറ്റം. ഞാനിത് കണ്ടുപിടിക്കും. വർമ്മ സാറിനും എനിക്കും രക്ഷപ്പെടണം. കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഇത് ചെയ്തവൻ എന്റെ കയ്യെ കിട്ടിയ ഇടിച്ചവന്റെ എല്ലൊടിക്കും ഞാൻ. ഒരു കൊറിയർ ഉണ്ട്. ആർക്കാ കൊറിയർ? കൊച്ചമണിക്കുള്ളതാ. അമ്മേ, നിങ്ങൾക്കാ കൊറിയർ. അയ്യോ, ഞാൻ കുളുമണാലിയിലേക്ക് പോവുമല്ലേ, വിമാന ടിക്കറ്റ് ആയിരിക്കും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലേ കൊറിയറിൽ വരുന്നേ, അത് മൊബൈലിലേ വരും. ഇതിലൊന്ന് ഒപ്പിടണേ. ആ, നിങ്ങൾ വന്നേ. വാ. ആ മാഡം, എവിടാ ഒപ്പിടേണ്ടത്? ആ, ഇതാ ഇവിടെ. അയ്യേ, ഇതൊന്നൊന്ന് കുരിച്ചു വരയ്ക്കുന്നത്. ഇവിടെ ആടുന്നു. ഇട്. എന്നാ ശരി. ഓ, ഒട്ടും സമയം കളയരുത്. ഈ കാണുന്ന അഡ്രസ്സിൽ മകനെ കൂട്ടി വന്നെത്തുക, അല്ലെങ്കിൽ പോലീസ് അങ്ങോട്ട് വരും. അമ്മ, ടിക്കറ്റ് വന്നു. കുളു മണലിലേക്കല്ല, പരലോകത്തേക്ക്. എടാ, നീ എന്റെ കൂടെ ഒന്ന് വന്നേടാ. ഞാനില്ല. എടാ, ഇങ്ങോട്ട് വാടാ. ഞാനില്ല. വരാൻ. ഇല്ല, വരൂല. ഇങ്ങോട്ട് വരാൻ. എടാ, ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. വിടമ്മ. വെള്ളം ചോട്ടെടുത്ത്. മൊത്തം വിഴുകല്ലേ? കുറച്ച് കൊടുത്താ തറേ.
ഏത് പടുകുഴിയിലോട്ടാടാ എന്നെ കൊണ്ടുവന്ന് ചാടിച്ചത്? നിങ്ങളല്ലേ വന്ന് എന്നെ പാതാളത്തിലേക്ക് ചാടിച്ചത്. ഞാൻ എങ്ങനെയെങ്കിലും ആരെ അറിയിക്കാതെ 10 കാശുണ്ടാക്കിയത്. നിന്റെ അത്യാർത്ഥി കള്ളുകൂടിയാ ഈ നാശത്തിനൊക്കെ കാരണം. എന്റെ അത്യാർത്ഥിയാ? അതെ. കാശ് വന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ കുമിഞ്ഞു കൂടിയപ്പോ നിങ്ങൾക്ക് അത്യാഗ്രഹം അല്ലേ? അതാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം. അയ്യ, അവര് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, കുളു മണാലി പോകുന്നു, പഞ്ചാബിൽ പോകുന്നു. എന്തായി ഇപ്പോ? പോലീസിന്റെ വായിലേക്ക് എന്നെ കൊണ്ട് ചാടിച്ചില്ലേ? പോലീസ് വരുവാടാ? അവര് ഈ കുറിപ്പിൽ ഒരു സ്ഥലം എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്നില്ലെങ്കിൽ അവരിവിടെ വന്ന് വാന് കയറ്റി അടി തന്ന് കൊണ്ടുപോകും. ചെല്ലേണ്ട സ്ഥലം എവിടെയെന്നൊന്ന് വായിച്ചേടാ. ഇങ്ങോട്ട് കൽഹാർ ഹാൾ, ഇടപ്പഴിഞ്ഞി. എന്തിനാടാ അവര് അങ്ങോട്ട് വിളിക്കുന്നത്? അതിനെന്തിനാ സംശയം? അഭിനന്ദിക്കാൻ അവാർഡ് തരാനൊന്നുമല്ല, കൈകാര്യം ചെയ്യാൻ. നമുക്ക് പോകാതെ എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? നിങ്ങൾ അത്തരക്കാരിയാണെന്നും അതൊക്കെ ചെയ്യുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഒന്നുകിൽ പോലീസ്, ഇല്ലെങ്കിൽ അവരുടെ ആളുകള്. ഈ വീടിന് ചുറ്റും അവര് പെരുമല വീശിയിട്ടുണ്ട്. ഓ, പെരുമല വീശാൻ ഈ വീടെന്താ അറബിക്കടല? ഓടാ, ഒന്ന് പേടിപ്പിക്കാതെ. നിങ്ങൾ ഓടേ ചാടേ ചെയ്. ഞാനേതായാലും അവര് പറയുന്ന സ്ഥലത്ത് പോവാൻ പോവാ. എടാ മോനെ, നീ പോയാ മതിയടാ. അമ്മയ്ക്ക് സുഖമില്ല, കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞേക്ക്. അവരൊരു കൊളസ്ട്രോള്. ഈ തട്ടിപ്പ് നടത്തിയത് നിങ്ങളാ. നിങ്ങളുടെ പേരിലാ കൊറിയർ വന്നേ. ചെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ വയസ്സാം കാലത്ത് ഇടി കൊണ്ട് ഊപ്പാട് വരെ. അപ്പൊ പിന്നെ പോകാം അല്ലേ? ഞാൻ എന്തായാലും പോകും. നീ എന്താടി ഇങ്ങനെ നോക്കുന്ന? പ്രിയെ, നീ ഇങ്ങനെ നോക്കല്ലേ പ്രിയെ. രണ്ടിനും എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ. അയ്യോ, കള്ള ലക്ഷണോ? എന്തിന്? എന്തിനാടാ ജയചന്ദ്രവർമ്മയെ കള്ളത്തരം? ജയചന്ദ്രവർമ്മയോ? ശിവര് കോളാക്കും. ആ, പിന്നെ ജയചന്ദ്രവർമ്മ എന്ന കള്ളപ്പേരില് ഞാനും അവനും കൂടെ സ്ഥലം കാണിച്ചു ഒരു ലോൺ എടുത്തു. അത് അടച്ചില്ലെങ്കിൽ വീടുടനെ ജപ്തിയാവും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ വരെ ഒന്ന് പോണം.